മെയ് 25 നമ്മൾ ലോക തൈറോയ്ഡ് ദിനമായി ആചരിക്കുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഒരു നവജാത ശിശുവിനെ മുതൽ ഏത് പ്രായത്തിലുള്ള വ്യക്തിയെയും ഒരുപോലെ അഫക്റ്റ് ചെയ്തേക്കാം. അപ്പോൾ കുട്ടികളിലുണ്ടാകുന്ന കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്തുകയും കറക്റ്റായിട്ടുള്ള സമയത്ത് ചികിത്സിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് ജുവനൈൽ ഹൈപ്പോതൈറോയിഡിസം, സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളിലുണ്ടാകുന്ന തൈറോയ്ഡ് പ്രോബ്ലം, അത് കുട്ടികളിൽ പൊക്കക്കുറവായിട്ടോ അല്ലെങ്കിൽ പഠനത്തിലുള്ള വൈകല്യവുമൊക്കെ ആയിട്ട് ബാധിച്ചേക്കാം. മുതിർന്നവരിലുള്ള ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം അത് നമുക്കൊരു തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന ബ്ലഡ് ടെസ്റ്റ് വഴി കണ്ടെത്താവുന്നതാണ്. പ്രത്യേകിച്ച് പ്രഗ്നൻസിയിലുള്ള തൈറോയ്ഡ് പ്രോബ്ലം അത് പ്രഗ്നൻസിയുടെ ഏർലി സ്റ്റേജിൽ തന്നെ നമ്മൾ കൃത്യമായി കണ്ടെത്തുകയും ചികിത്സിക്കുകയും ചെയ്യേണ്ടതാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയിലുണ്ടാകുന്ന മുഴകൾ അതൊരു സ്കാൻ വഴി കണ്ടെത്താവുന്നതാണ്. എല്ലാ മുഴകൾക്കും സർജറി ആവശ്യമില്ല. കുത്തിപ്പരിശോധനയിലൂടെ ക്യാൻസറിന് സംശയം വരുന്ന മുഴകളും വളരെ വലിയ മുഴകളും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്ത് റിമൂവ് ചെയ്യേണ്ടതാണ്.